ഹായ് ഫ്രണ്ട്സ്, ക്ലാസിക് കേരള പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാറ്റഗറി നമ്പർ 57/2024 ഇന്ന് നടന്ന LGS നിലവാരമുള്ള പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും, ചോദ്യ പേപ്പറും അനുബന്ധ വിവരങ്ങളുമായിട്ടുള്ള വീഡിയോ. അപ്പോൾ അത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ്, മാത്സ് സെപ്പറേറ്റ്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക് വൈസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന LDC LGS പരീക്ഷ എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അത്. എന്തായാലും നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 3 മാത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി അല്ല, ബാക്കി ചോദ്യങ്ങളെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകനാണ് ഉത്തരം. ഓക്കെ, ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഈ പറയുന്ന എല്ലാം തന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യ സെൻ ആണ്. നെക്സ്റ്റ് ചോദ്യം, ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 പ്രസ്താവനകളും മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലഗണന ക്രമം അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 3, 4, 2 എന്നുള്ളതാണ് ഉത്തരം. ചേരുംപടി ചേർക്കുക, നവോത്ഥാന നായകരെയും സംഘടനകളെയും തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരവായിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ചത്. പത്താമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, 1950 ജനുവരി 26 ഉത്തരം. നെക്സ്റ്റ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86 ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ഭാഗം 4A. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്ഥിരം ചോദ്യമാണ്. ഓപ്ഷൻ എ സ്വത്തവകാശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടനാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓപ്ഷൻ ബി ഓം ബിർളയാണ്. ഓപ്ഷൻ ബി ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എയും സിയുമാണ് ശരിയായിട്ടുള്ളത്, ബാക്കി രണ്ടും തെറ്റാണ്. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഗോവയാണ്. ഓപ്ഷൻ എ ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തെ ശില്പി ആരാണ്? വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്? അത് റഷ്യയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ഈ പറയുന്ന സേവനങ്ങളെല്ലാം സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി സേഫ് കേരള എന്നുള്ളതാണ്.
നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 2 മാത്രം. ഓക്കെ, നർമ്മദ താപ്തി ഈ 2 നദികളാണ് പടിഞ്ഞാറേക്ക് ഒഴുകുന്നത്. നെക്സ്റ്റ് ചോദ്യം, ചാന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചാന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം, അതാണ് കറക്റ്റ് ചോദ്യം കേട്ടോ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, നീർവാർച്ചയുള്ള മണ്ണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ സി. പ്രൊവിഷണൽ ആൻസർ കീയിൽ സി ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. 29ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി, ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫെർട്ടിഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് എന്താണ്? 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ. ഓപ്ഷൻ എ, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് 33ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്ന് പറയുന്നത് ഏതല്ല? ഭാരതപ്പുഴയല്ല, പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയല്ല, പെരിയാറാണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ നമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ഓപ്ഷൻ ബി ആണ്. 34ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജീവിതം ഒരു പെൻഡുലം. 35, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ട് ആചരിക്കുന്നു? ഓപ്ഷൻ എ, ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി, ഈ പറയുന്ന എല്ലാ ആൾക്കാരും പെരിയാറിൻ്റെ പോഷക നദികളാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിക 1ഉം പട്ടിക 2ഉം കൃത്യമായിട്ട് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. 37ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഈ രീതിയിലാണ് ചേർക്കേണ്ടത്. 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തമാണ് സമ്മാനത്തിന് അർഹരാക്കിയത്? 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ, പോത്തുകൽ. ഓപ്ഷൻ എ, പോത്തുകൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്, വേമ്പനാട്ട് കായൽ. നെക്സ്റ്റ്, മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങളിൽ ഏതാണ് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക? ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം. അതായത് പള്ളിവാസലും ചെങ്കുളവുമാണ് മുതിരപ്പുഴയാറിലുള്ള ജലവൈദ്യുത പദ്ധതികൾ. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1ാമത്തെ, ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, 45ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, സുന്ദർബൻ ഡെൽറ്റ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 46, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥാ വ്യതിയാനം. COP ഉച്ചകോടി കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 11 മൗലിക കർത്തവ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചതായിരുന്നു? തിരൂർ ബേപ്പൂർ ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, പാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഓക്കെ, ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ.
INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? 52 ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കൂടി തിരിച്ചറിയുക. കറക്റ്റ് ഓരോ ഓപ്ഷനേ ഉള്ളൂ. ജീവകം ഡി കണയാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിശപ്പ്, മുണ്ടകൻ, പുഞ്ച, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, 54ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എ ആണ്. ഓക്കെ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 3 പേരുകളാണ്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് 55 പറമ്പിക്കുളം. ഓക്കെ, 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പറമ്പിക്കുളം. നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. 56ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരി. 4ാമത്തെ ചോദ്യം, 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കയും കരളും എന്നുള്ള പ്രസ്താവന തെറ്റാണ്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോടാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 58ന്റെ ഉത്തരം ഓപ്ഷൻ ബി ഉറുമ്പുപൊടിയാണ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരുകളിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ എയ്റോപോണിക്സ് ആണ്. ഓക്കെ, എയ്റോപോണിക്സ്. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി പ്രകീർണനം. മഴവിലുണ്ടാകുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഇരുമ്പിൻ്റെ അയിര് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ് ആണ്. പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ മാറ്റം എന്താണ്? ഓപ്ഷൻ സി ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, 65ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി മഹേന്ദ്രഗിരി, ഒഡീഷയിലെ മലനിരകളുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്പെയിൻ ആണ്. ഓപ്ഷൻ ബി സ്പെയിൻ ആണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഹൃദയമാണ് വിസർജനാവയവം അല്ലാത്തത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ വിസർജനാവയവം അല്ലാത്തത് ഏതാണ്? ഹൃദയമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? 68ന്റെ ഉത്തരം ഓപ്ഷൻ എ എയ്ഡ്സ് ആണ്. എയ്ഡ്സ് വൈറസ് ആണ്, നമുക്കറിയാം, HIV വൈറസ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഓപ്ഷൻ ഡി എംഫിസീമയാണ്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് എൽസയാണ്. എൽസ. ഓക്കെ, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ്? 2023 ചോദിച്ചിരിക്കുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ്. ദഹന ഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകത്തിന് പറയുന്ന പേരെന്താണ്? സി ആണ് ഉത്തരം, അമിനോ ആസിഡാണ്. അമിനോ ആസിഡാണ് പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്നത്. വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ്? ഓപ്ഷൻ ബി ഫംഗസ് ആണ്. ഓക്കെ, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ ആണ് ഉത്തരം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 75ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കക്കോടി, കോഴിക്കോട്. ഓക്കെ, കക്കോടി, കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ്. അടുത്ത 78ാമത്തെ ചോദ്യം,
ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഇരട്ട സ്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പെരികാർഡിയമാണ്. ഓപ്ഷൻ ഡി പെരികാർഡിയമാണ്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി BCG വാക്സിൻ ആണ്. ഓപ്ഷൻ സി BCG വാക്സിൻ. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ എ തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം തിരുവനന്തപുരത്താണ്. അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ്. മാത്സ് ചോദ്യത്തിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുവാണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി 8%. അടുത്ത 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 18 ആണ്. ഓക്കെ, 18. ഒരു ബസ്സിൻ്റെ വേഗത 52 km/മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്നുള്ളതാണ് 83ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 312 കിലോമീറ്റർ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ സി 45 ആണ് ഉത്തരം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ത്രികോണമാണ്. അടുത്ത ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 17 മീറ്റർ ആണ് ഉത്തരം. നെക്സ്റ്റ്, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടി. ആ ഒരു 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 10 ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 20. അടുത്ത 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. നെക്സ്റ്റ്, ക്രമമായി പൂരിപ്പിക്കുക 2, 5, 8. അടുത്ത ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 11 ആണ്. 1/10 0.1 ആയാൽ 10/100ൻ്റെ ദശാംശ രൂപം എത്ര? അതിൻ്റെയും ഉത്തരം എത്ര തന്നെയാണ്? 0.1 തന്നെയാണ്, 0.1. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ, മാർക്കുകളുടെ ശരാശരി എത്ര എന്നുള്ളതാണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 42 ആണ്. അടുത്ത ചോദ്യം, 1/2 + 3/4 - 1ൻ്റെ വില എത്ര? ഓപ്ഷൻ സി 1/4. 1/4. 15/p = 3 ആയാൽ p എത്ര എന്നുള്ളതാണ് 94ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻ എ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്, 5ൻ്റെ സ്ക്വയർ 25 ആയാൽ 0.5ൻ്റെ സ്ക്വയർ എത്ര? 0.25. ഓപ്ഷൻ ഡി. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നുവെങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 100ാമത്തെ ചോദ്യം, 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ചോദ്യത്തിൻ്റെ ഉത്തരം 88 ആണ്. ഓക്കെ, 88. അപ്പോൾ ഇത്രയാണ്. പ്രൊഫഷണൽ കീ ആയതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓടിച്ചു പറഞ്ഞിട്ടുണ്ട്. മാത്സിൻ്റെയൊക്കെ ഓപ്ഷൻ നോക്കി ഉത്തരം പറയാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യും. ഏറ്റവും പെട്ടെന്ന് ഓപ്ഷൻ നോക്കി ഉത്തരം പറയാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.